അദാനിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ഒരു പത്രസമ്മേളനം നടത്തി. ഇത് കുറേ കാലമായി രാഹുലിൻ്റെ ഉറക്കത്തിലും ഊണിലും ഒക്കെ ഇത് തന്നെയാണ്. അദാനി അദാനി അംബാനി അദാനി. ഇപ്പോൾ പറയുന്നതിനകത്തൊരു ചെറിയ കഴമ്പുണ്ടെന്നാണ് പുള്ളി പറയുന്നത്. അമേരിക്കയിലോ മറ്റോ അദ്ദേഹത്തിന് അദാനിക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. അമേരിക്ക കേസുണ്ട്. ഇവിടെ എന്താ പ്രശ്നം? അദാനിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഞാനിപ്പോൾ കണ്ടു. അത് വ്യാജ കേസാണ്, കള്ളക്കേസാണ്. അത് അവിടെ നിയമപരമായി നേരിടും എന്ന് അദാനി പറഞ്ഞു. ഇപ്പോൾ എന്താണ് പുതിയ സംഭവ വികാസങ്ങൾ? രാവിലെ ഈ കേസിൻ്റെ ആ കോടതിയിൽ കൊടുത്ത കടലാസുകളൊക്കെ ഞാനും നോക്കി. അമേരിക്കയിൽ സാധാരണഗതിയിൽ ഈ അമേരിക്കയിൽ നീതി നടത്തിപ്പൊക്കെ മര്യാദക്കാണ് നടക്കുന്നതെന്നൊക്കെ പല ആളുകളും കരുതാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. അത് ആ ഹിൻഡൻബർഗ് എന്ന് പറഞ്ഞൊരു ഫ്രോഡ് റിപ്പോർട്ട് വന്നതോടുകൂടി ഒരു കഴമ്പുമില്ലാത്ത ആരോപണങ്ങൾ മാത്രം, ഈ മാപ്രകളൊക്കെ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു കേസാണിത്. ആ കടലാസുകളിൽ മുഴുവൻ അങ്ങനെയാണ്. ഈ പറഞ്ഞ ആ കടലാസുകളിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് ഇതൊരു തല്ലിപ്പൊളി കേസാണെന്നും നമുക്ക് നോക്കാം. അവർ അമേരിക്ക കോടതിയിൽ കൊടുത്ത കേസിൽ പറഞ്ഞിരിക്കുന്നത് ഒരു തെളിവുമില്ല കേട്ടോ. 2236 കോടി രൂപ ഇന്ത്യയിൽ പല ഉദ്യോഗസ്ഥന്മാർക്കും സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഒക്കെ അദാനി ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ കമ്പനി കോഴ കൊടുത്തു എന്നാണ് കേസിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കോഴ കൊടുത്തിട്ട് ഇവിടുത്തെ വലിയൊരു, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റ് ഇവിടെ വരും എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സംഗതിയിൽ അമേരിക്കക്കാരും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. കാരണം അമേരിക്കയിൽ ഇത് അവിടെ കടപ്പത്രങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യുന്നൊരു കമ്പനി അവിടെ ഉണ്ട്, അദാനിക്ക്. അപ്പോൾ ഇന്ത്യയിൽ ഈ സോളാർ പദ്ധതിക്ക് വേണ്ടിയിട്ട് അവിടെ കടപ്പത്രങ്ങൾ പിന്നെ ഓഹരികൾ ഇതൊക്കെ ഇഷ്യൂയിങ് കമ്പനി വരുന്ന അവിടെ ഉണ്ട് അദാനിയുടെ. ഇവിടെ ഇത്രയും 2236 കോടി രൂപയുടെ അഴിമതി നടന്നത് കൊണ്ട് ഇവിടെ അദാനിക്കും പിന്നെ 7 പേർക്കുമെതിരെ ഇവിടെ കേസെടുക്കണം, അറസ്റ്റ് ചെയ്യണം, ജയിലിൽ പിടിച്ചിടണം എന്നാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത് ഇത്രയും അഴിമതി നടന്നു എന്നുള്ള കേസ് എവിടെ? അതെ, അതാണ് ഇന്ത്യയിലെ ഇവിടെ കേസ്. അതാണ് അമേരിക്കയിലെ കേസിന് ഇന്ത്യ എന്ത് ചെയ്യാൻ പറ്റും? ഇന്ത്യയിൽ ഇങ്ങനൊരു കേസില്ല. അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ സോളാർ പദ്ധതികൾ ഇങ്ങനെ തുടങ്ങുന്നുണ്ട്, പ്ലാന്റ് തുടങ്ങുന്നതെന്ന് ഗൗതം അദാനിയും അനന്തരവൻ സാഗർ അദാനിയും പിന്നെ 6 പേരും കൂടി ഡയറക്ടർമാരും ഒക്കെ ആയിട്ടുള്ള കമ്പനിയാണ് ഗ്രീൻ എനർജി. ഗ്രീൻ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്ക് 265 മില്യൺ കോഴ കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ പവർ പർച്ചേസ് എഗ്രിമെൻ്റ് ഒപ്പിടുക, ഓരോ സംസ്ഥാനവും വൈദ്യുതി മേടിക്കുക. ചില സംസ്ഥാനങ്ങളിൽ വൈദ്യുതി ബോർഡ് ഉദ്യോഗസ്ഥർക്ക്. ഇപ്പം ഞാൻ ആലോചിക്കുകയാണേ, അദാനിയുടെ തീരുമാനപ്രകാരമാണ് നരേന്ദ്രമോദി ഇന്ത്യ ഭരിക്കുന്നതെങ്കിൽ അദാനിക്ക് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് കോഴ കൊടുക്കേണ്ട കാര്യമില്ല. നേരെ മോദി കൊടുത്താൽ പോരെ. പിന്നെ വേണമെങ്കിൽ കുറച്ച് അമിത്ഷായ്ക്കും കൊടുക്കും. അതെ, അങ്ങനെ ചെയ്താൽ പോരെ. ഇത് എന്ത് കേസാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഞാൻ വായിച്ച് ഞെട്ടിയിരിക്കുക. അപ്പോൾ 2 ബില്യൺ, ഇത് മുഴുവൻ തിരക്കഥയാണിത്. 2 ബില്യൺ ലാഭം 20 വർഷം കൊണ്ട് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ടാണ് അദാനി ഇത്രയും കോഴ കൊടുത്തത്. ഇതിൽ എഴുതി വച്ചിരിക്കുക കൊടുത്തത്. അപ്പോൾ അതുകൊണ്ട് 20 വർഷത്തേക്കുള്ള കരാറുകളാണ് പല സ്ഥലത്തു നിന്നും ഒപ്പിടിക്കാൻ ശ്രമിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സോളാർ പ്ലാന്റാണ് വാഗ്ദാനം ചെയ്തത്. ഈ മുൻ CEO വിനീത് ജെയിൻ തുടങ്ങിയ ആളുകൾ ഈ ഇത്രയും വലിയ പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബാങ്കുകളിൽ നിന്ന് വായ്പ സംഘടിപ്പിച്ചു, കടപ്പത്രമൊക്കെ ഇറക്കിപ്പിച്ചു. അദാനിക്ക് അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടല്ലോ. അദാനി ചെന്ന് നിന്ന് കഴിഞ്ഞാൽ ഏത് ബാങ്കാണ് ലോൺ കൊടുക്കാത്തത്? പിന്നെ സംസ്ഥാന വൈദ്യുതി ബോർഡുകളുമായിട്ട് കരാറ് വേണം, നിക്ഷേപകരോടും ബാങ്കുകളോടും. അപ്പോൾ കള്ളം പറയുകയാണ് ചെയ്തത്. ഇവരെ ഇങ്ങനെ പ്ലാന്റ് വരുന്നു എന്നൊക്കെ കള്ളം പറഞ്ഞു. ന്യൂയോർക്കിലെ അമേരിക്കൻ അറ്റോർണിയുടെ ഓഫീസാണ് ഇന്നലെ പത്രക്കുറിപ്പൊക്കെ ഇറക്കിയിരിക്കുന്നത് ഇത് സംബന്ധിച്ചിട്ടുള്ള. ഡെപ്യൂട്ടി അസിസ്റ്റൻ്റ് അറ്റോർണി ജനറൽ ലിസ മില്ലർ ആണ് കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ബൈഡൻ പറഞ്ഞിട്ടായിരിക്കുമല്ലോ. ബൈഡനോട് അത് കിളവൻ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് സോറോസ് വഴിയുള്ള ഓപ്പറേഷൻ സോറോസ് വഴിയുള്ളത്, ജോർജ് സോറോസ് ആണ് മുതലാളി. അതെ, താൻ അവസാനമെങ്കിലും അദാനിക്കിട്ട് പണി കൊടുത്തില്ലെങ്കിൽ സംഗതി ഞാനില്ല പലതും വെളിപ്പെടുത്തുന്നു പറഞ്ഞു കാണും. ഈ അവസാനം പോകുമ്പോൾ സോറോസ് പറഞ്ഞിട്ടുമായിരിക്കും ആ യുക്രൈന് കുറെ ലോങ് റേഞ്ച് മിസൈൽ കൊടുത്തിട്ട് അടിക്കാൻ പറഞ്ഞ് ട്രംപിന്. കാരണം ട്രംപ് ട്രംപ് സുഖകരമായ അന്തരീക്ഷത്തിൽ വരാൻ പാടില്ല. അതെ അതെ, അതാണ്. 6 പ്രതികൾ ഇതിലുണ്ട്, ഈ അദാനിക്കും അനന്തരവനും പുറമെ. അല്ല, എനിക്കിപ്പോഴും മനസ്സിലാവാത്തത് ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഇന്ത്യയിൽ കമ്പനി തുടങ്ങാൻ വേണ്ടി കോഴ കൊടുത്തു എന്നും പറഞ്ഞാൽ അമേരിക്കക്ക് എന്ത് കാര്യം ഇതിനകത്ത്? അതിലൊരു കാര്യമില്ല, അത് നമുക്ക് ചർച്ച ചെയ്യാം. 6 പ്രതികൾ: വിനീത് ജെയിൻ CEO, രഞ്ജിത്ത് ഗുപ്ത CEO അശ്വർ പവർ എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടി ഉണ്ട് ഇതിൻ്റെ അകത്ത്. രൂപേഷ് അഗർവാൾ അശ്വർ പവറിലെ തന്നെ ഉദ്യോഗസ്ഥൻ. സിറിൽ കബാനസ് അയാളൊരു ഓസ്ട്രേലിയ ഫ്രാൻസ് 2 ഇടത്തും പൗരമുള്ള വിദേശി പൗരത്വം. സൗരഭ് കർവാർ, ദീപക് മൽഹോത്ര, അവർ രണ്ടുപേരും കാനഡയിലെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനിയിലുള്ള 2 പേരാണ്. അവസാനം പറഞ്ഞ 2 പേര്. ആരോപണങ്ങൾ ഇവ മൊത്തം ആരോപണങ്ങളാണെന്ന് അദാനി ഗ്രൂപ്പ് പറഞ്ഞിട്ടുണ്ട്. ശരിയാണത്, ഇത് ആരോപണങ്ങൾ മാത്രമാണ്, ഹിൻഡൻബർഗിലൊക്കെ ഉണ്ടായിരുന്ന പോലെ. അപ്പോൾ സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് അവിടുത്തെ ഓർഗനൈസേഷൻ, ഇവിടുത്തെ സെബി പോലെ, അവരും അങ്ങനെ 2 കേസുണ്ട്. അതിൻ്റെ ഒരു കേസുണ്ട്, ഇവിടുത്തെ ഈ സെക്യൂരിറ്റീസ് നിയമങ്ങളൊക്കെ അദാനി ലംഘിച്ചു. കാരണം ഇവിടുത്തെ നിക്ഷേപകരെ പറ്റിച്ചു. അതല്ലേ അവിടെ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ സുനിൽ പറഞ്ഞ പോലെ അവിടെ കേസെടുക്കാൻ പറ്റില്ല. ഇവിടെ ഇങ്ങനൊരു പ്രശ്നം നടന്നായിട്ടോ കോഴ കൊടുത്തായിട്ടോ നമുക്കൊന്നും അറിയില്ല. അതെ, അല്ല, ഇതിനകത്ത് ഞാൻ ആലോചിക്കുന്നത് നമ്മുടെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ വിദ്വാന് അല്പമെങ്കിലും രാജ്യസ്നേഹമോ പ്രതിബദ്ധതയോ ബുദ്ധിയോ ഉണ്ടെങ്കിൽ പറയേണ്ടത് അമേരിക്കയല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യയിൽ ഒരു അഴിമതി നടത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇന്ത്യയിലെ ഉദ്യോഗസ്ഥർക്ക് കൈക്കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ നിയമപ്രകാരം വേണമെങ്കിൽ ഞങ്ങൾ അന്വേഷിക്കും, ഞങ്ങളുടെ കോടതി എടുക്കും. നിങ്ങളുടെ കോടതിക്ക് ഇന്ത്യയിലെ കാര്യത്തിൽ എന്ത് കാര്യം? അല്ല, രാഹുൽ ഗാന്ധിക്ക് നിയമ നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാമായിരുന്നല്ലോ. ഇങ്ങനെ കോഴ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ കൊണ്ടുവരണ്ടേ? എന്നിട്ട് നമ്മുടെ ഇവിടെ വിജിലൻസ് ഉണ്ട്, CBI ഉണ്ട്, അല്ലെങ്കിൽ നേരിട്ട് കോടതി പോവാം, അതല്ല സുപ്രീം കോടതി പോകാം. അതൊക്കെ വിട്. എനിക്ക് മനസ്സിലാവാത്തത് ഇനിയിപ്പോൾ നാളെ എനിക്കെതിരെ ഒരു കേസ് അമേരിക്കൻ കോടതി കൊടുക്കാൻ പറ്റുമോ? അത് എങ്ങനെയാ? ഞാനിവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഞാനൊരാളെ പോക്കറ്റ് അടിച്ചു എന്നും പറഞ്ഞ് സുനിൽ വടയാർ എന്ന് പറയുന്ന ആള് പോക്കറ്റ് അടിക്കാരനെന്ന് പറഞ്ഞ് അമേരിക്കൻ കോടതിക്ക് കേസെടുക്കാൻ പറ്റുമോ? എന്ത് വകുപ്പാണ്? ഈ സോറോസ് നിർബന്ധിച്ചു കഴിഞ്ഞപ്പോ ഈ ഒരു വാർത്ത ഉണ്ടാക്കുക. ചില തല്ലിപ്പൊളി വക്കീൽമാരോട് ആലോചിക്കുമല്ലോ, നമുക്ക് അവന്റെ തലക്കിട്ട് വെക്കണം. എന്താണ്? ഇവിടെ ചില ഇൻവെസ്റ്റ്മെന്റ് ഇവിടുത്തെ ചില ആളുകളും അതിൽ നിക്ഷേപിച്ചിട്ടുണ്ട്. അദാനിക്ക് ഇവിടെ കേസ് കൊടുക്കാം, കേസ് കൊടുത്തിട്ട് വാർത്തയാക്കുക. ഈ രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞ ഈ മഹാൻ ഈ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് എക്സിറ്റ് പോൾ വന്നല്ലോ. എക്സിറ്റ് പോൾ വന്നപ്പോൾ BJPക്ക് 400 സീറ്റ് എടുത്ത് കിട്ടുന്നു. ഇപ്പോൾ വലിയ തോതിൽ ഷെയർ മാർക്കറ്റ് കൂടി, അത് തകർന്നു. പിന്നെ റിസൾട്ട് വന്നപ്പോൾ അപ്പോൾ പറഞ്ഞതാണ് 3 ലക്ഷം കോടിയുടെ തട്ടിപ്പ് നടത്തിയതാണ്, അതിൽ അന്വേഷണം വേണമെന്ന് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ഇന്നയാൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞു 2000 കോടി. അല്ല, മറ്റൊന്നുകൂടിയുണ്ട് സാർ. അന്ന് എക്സിറ്റ് പോൾ സ്കാം 3 ലക്ഷം കോടി രൂപ മോദിയും കൂട്ടരും തട്ടിയെടുത്തു എന്ന് പറഞ്ഞ രാഹുൽ ഗാന്ധി പിന്നെ അതേക്കുറിച്ച് മിണ്ടിയിട്ടില്ല. ഷെയർ സ്കാം അത് ശുദ്ധ മണ്ടത്തരായിരുന്നു. ആ പറഞ്ഞതിന് വിപരീതമായിട്ടാണ് ഷെയർ മാർക്കറ്റിൽ ഉണ്ടായത്. ഷെയർ മാർക്കറ്റിൽ നഷ്ടം വന്നില്ല, ആദ്യം ഒന്ന് കുറഞ്ഞെങ്കിലും പിന്നീട് അത് കൂടി വന്നു. അതേക്കുറിച്ച് രാഹുൽ ഗാന്ധി അന്ന് പറഞ്ഞ പത്രസമ്മേളനത്തെ കുറിച്ച് കാന്ന് പിന്നെ മിണ്ടിയിട്ടില്ല. എന്തൊരു ഊളയാണല്ലേ ഈ മനുഷ്യൻ. ഇത് മുതലാളി രണ്ടുപേരുടെയും സെയിം ആണല്ലോ. ബൈഡന്റെ മുതലാളിയും സോറോസാണ്, രാഹുലിന്റെ മുതലാളിയും. അല്ലെ, ഇന്ത്യയിലെ പ്രതിപക്ഷ നേതാവിനെ അങ്ങനെയൊക്കെ ഈ ഊള എന്നൊക്കെ പറയേണ്ടി വരുമ്പോൾ നമുക്ക് വലിയ സങ്കടമുണ്ട്. എത്രയോ വലിയ മഹാന്മാർ ഇരുന്ന ചെയറിലാണ് ഈ മനുഷ്യൻ ഇരിക്കുന്നത്. പക്ഷെ അത് മൈൽഡായിട്ടുള്ള ഒരു വാക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. സുനിലും മിതത്വം അങ്ങനെയൊക്കെ നമ്മുടെ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറഞ്ഞു. സത്യത്തിൽ മലയാളത്തില് ഈ ഊ എന്നുള്ള അക്ഷരത്തിൽ ഒരുപാട് വാക്കുകൾ ഇവരെ വിശേഷിപ്പിക്കാനായിട്ടുണ്ട്. ആ അക്ഷരങ്ങളിൽ എങ്ങനെയാണ് അത് വന്നത്? അതെ, ഏതായാലും അത് ഇഷ്ടപ്പെടാത്ത കുറച്ച് പ്രേക്ഷകർ കാണുമായിരിക്കും. പക്ഷേ എങ്ങനെ പറയാതിരിക്കാം?
ആന്ധ്രയിൽ 1750 കോടി രൂപ കോഴ കൊടുത്തു എന്ന് ഈ കടലാസിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആകെ കോഴ 2000 ചില്ലാനം കോടിയുള്ളൂ. 1750 ആന്ധ്രയിലാ കൊടുത്തതെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഈ ചങ്ങായി ഇയാളുടെ അടുത്ത് ജയറാം രമേശും ഉണ്ടായിരുന്നു. ഒന്ന് റഫർ ചെയ്യാതെ പഠിക്കാതെ അവതരിപ്പിച്ച് അപഹാസ്യനാവാനാണല്ലോ ഈ മനുഷ്യന്റെ ജന്മം. മാത്രല്ല ആകെ ആവശ്യപ്പെട്ടത് എന്താണെന്നറിയോ ഇന്ന് പത്രസമ്മേളനത്തിൽ ഈ സംയുക്ത പാർലമെന്ററി സമിതി ഇത് അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെട്ടെ. CBI അന്വേഷിക്കണം എന്നോ അങ്ങനെയല്ലേ ആണുങ്ങളൊക്കെ ആവശ്യപ്പെടാറ്. ഇത് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അന്വേഷിക്കണം എന്നാണ് ഞാൻ ആ പത്രസമ്മേളനമൊക്കെ നോക്കിയതാണ്. സംയുക്ത പാർലമെന്ററി സമിതി വേണം എന്നേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. ഇന്ന് ഒരു ദിവസത്തേക്ക് കുറച്ച് ഷെയറൊക്കെ കീഴ്പോട്ട് പോയിട്ടുണ്ട് അദാനി. അത് ഹിൻഡൻബർഗിൽ കണ്ടതാണല്ലോ ഈ കടലാസ് പരിപാടി. ഇത് കോടതി വരാന്തയിൽ പോലും ഇയാൾ കുറേ കാലമായി നമ്മുടെ രാജ്യത്തെ സമ്പദ്ഘടനയെ തകർക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കമ്പനികളെയൊക്കെ ടാർഗറ്റ് ചെയ്യാണ്. ഇയാൾക്ക് ഇന്ത്യ മുടിഞ്ഞും വെണ്ണീറായി കുത്തുപാളയെടുത്ത് നശിച്ച് അങ്ങനെയെങ്കിലും തനിക്കൊന്നും പ്രധാനമന്ത്രിയാകാൻ പറ്റുമെന്ന് നോക്കുകയാണ്. അതെ. പിന്നെ ഇയാളുടെ മുതലാളി സോറോസും ഒരേപോലെയാണ് സംസാരിക്കുക. എന്താണെന്ന് വെച്ചാൽ ജോർജ് സോറോസ് മ്യൂണിക്കിൽ സംസാരിച്ചപ്പോൾ 2 കൊല്ലം മുമ്പ് ഈ അദാനിയും മറ്റേ മോദിയും ഇവർ നാഷണലിസ്റ്റുകളാണ്, എനിക്ക് നാഷണലിസ്റ്റുകളെ ഇഷ്ടമല്ല, ഇവർ നശിച്ചു പോകണമെന്ന് അവിടെ പ്രസംഗിച്ച ആളാണ്. 2 പേരും പേര് പറഞ്ഞ ആളാണ്. പിന്നെ മറ്റേ വേൾഡ് ഇക്കണോമിക് ഫോറത്തിലും പറഞ്ഞതാ. ഹിൻഡൻബർഗ് ഇതെല്ലാം കഴിഞ്ഞ് പിന്നീട് റിപ്പോർട്ട് കൊണ്ടുവന്നായിരുന്നല്ലോ, ഒരു പട്ടി മൈൻഡ് ചെയ്തില്ല, ഒരു സെക്കൻഡ് പോലും നിന്നില്ല. അതാണ് ഇനി കുറെ കഴിയുമ്പോൾ ഇന്ത്യയുടെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുന്ന ചില ഉച്ചപ്പടങ്ങൾ വരാറില്ലേ ഒരു ഷോ കഴിഞ്ഞ് പോകുന്നു. അതെ, ഇന്ത്യയിലെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവിന്റെ കസേരയിലിരിക്കുന്ന ഈ മനുഷ്യനെ ഒരാളും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയെത്തും. അതെ, അയാൾക്കെതിരെ ഇപ്പോൾ ഇഷ്ടംപോലെ കേസുകൾ വേറെയും വരാൻ കിടക്കും. 6000 കോടിയുടെ മറ്റേ കേസ് മഹാരാഷ്ട്രയിൽ വന്നിരിക്കുന്നു. ഏതായാലും വലിയ കഷ്ടമാണ് പ്രതിപക്ഷ നേതാവ് എന്നൊക്കെ പറഞ്ഞാൽ ആ പദവിയുടെ വില അറിയാൻ അന്തസ്സില്ല, മര്യാദയില്ല, വിവരമില്ല. അതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.